വിട്ട് കോൺഗ്രസിൽ ചേർന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ റേഷൻ കാർഡ് വിവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തുവെന്നാണ് പരാതി. തുവയൂർ സ്വദേശികൾ നൽകിയ പരാതിക്ക് പിന്നാലെ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി. വ്യാജരേഖ ചമച്ചതിന് CPI നേതാവ് നൽകിയ പരാതി പത്തനംതിട്ട ജില്ലാ കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പോൾ എന്താണ് കാര്യമെന്ന് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഗുഡ് ഈവനിങ് ശ്രീനാദേവി. കേൾക്കാമോ? ഗുഡ് ഈവനിങ്. കേൾക്കാം. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഈ കാര്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് താങ്കൾക്കെതിരെ ഇന്ന് ഉയർന്ന പരാതി. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയുടെ റേഷൻ കാർഡിൽ പേര് ചേർത്തു എന്നാണ് ആക്ഷേപം. ശരിക്കും എന്താണ് ഇതിലെ ഒരു വസ്തുത? എന്തിൻ്റെയും കൂടെ വ്യാജം എന്നൊരു പേര് ചേർത്താൽ ഉടനെ രേഖകൾ വ്യാജമാകില്ല. 5 വർഷക്കാലം മുൻപ് CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഞാൻ മത്സരിക്കുമ്പോഴും അതിനുശേഷവും കഴിഞ്ഞ 6 വർഷക്കാലമായിട്ടും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ അഡ്രസ്സ്, അതേ റേഷൻ കാർഡ്, അതേ വോട്ടർ ID കാർഡ്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. മറിച്ച് ഞാൻ CPI എന്ന പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് മാറി ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി 20 വർഷക്കാലമായിട്ട് LDFൻ്റെ കുത്തകയായിരുന്ന CPIയുടെ സീറ്റായിരുന്നൊരു സീറ്റിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചപ്പോഴുണ്ടായ സ്വാഭാവികമായ ഫ്രസ്ട്രേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും താങ്കൾ കൊല്ലം പോരുവഴി സ്വദേശിനിയാണ് എന്നാണ് പറയുന്നത്, ഈ കുടുംബക്കാരാണെങ്കിലും പറയുന്നത്. അപ്പോൾ എങ്ങനെ പത്തനംതിട്ട പള്ളിക്കൽ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ളതാണ്. 2020 മത്സരിച്ചു, CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, അന്ന് വിജയിച്ചു. അപ്പോൾ അന്ന് CPI ആണ് ഈ യശോദയുടെ കാർഡിൽ ശ്രീനാദേവിയുടെ പേര് ചേർത്തത് എന്നാണ് ഇപ്പോൾ ഉയർന്ന അങ്ങനെ ഒരു കാര്യം കൂടി ഉയർന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഒരു മറുപടി? യശോദ S. പിള്ള എന്ന് പറയുന്നത് എൻ്റെ അമ്മാവിയാണ്. സോമനാഥൻ പിള്ള എന്നാണ് അമ്മാവൻ്റെ പേര്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെയും അമ്മാവിയുടെയും കൂടെ വീട്ടിലാണ് ഞാൻ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 6 വർഷക്കാലവും. ഇനി പരാതിക്കാരായിട്ട് വന്നിട്ടുള്ള ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവർ എന്നെ അറിയില്ല എന്ന് പറയുന്ന വാദം പരിപൂർണമായി തെറ്റാണ്. അവർ ജനുവരി മാസത്തിലും അവർ നാട്ടിൽ വരുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ശാസ്ത്രമേഖല ഇവർ പറയുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവിടെ വന്ന് അവരുടെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കാണുന്ന ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളിലായിട്ടാണ് അവർ കുറച്ച് അധികമായിട്ട് നാട്ടിൽ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവർ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കുടുംബ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വലിയ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വീടാണ് അടൂരെ വീട്. അപ്പോൾ കൊല്ലശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. അപ്പോൾ വീട്ടിലെ സംബന്ധിച്ച് ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുക എന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്. അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. നുണ പറയുവാനും പരസ്യമായി കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് അവർ കടന്നു വന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിൽ തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. CPIയുടെ ജില്ലാ നേതൃത്വം അവരെ സമീപിച്ചു എന്നുള്ളത് അവർ വ്യക്തമായി നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPIയുടെ ജില്ലാ നേതൃത്വം സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തണമെന്നാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അവർ നിയമപരമായിട്ട് സാധിക്കുന്ന എല്ലാ തരത്തിലേക്കും മുന്നോട്ട് പോകട്ടെ, വ്യാജ പരാതികൾ കൊടുക്കട്ടെ. ഞാൻ ബന്ധുവല്ല എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള മതിപ്പ് ഇപ്പോൾ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നല്ല മതിപ്പായിട്ടുണ്ട്. ഇത്രയും കാലം നമ്മളുടെ കൂടെ ബന്ധുവായിട്ട് ജീവിച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലവും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് എന്തിനേറെ പറയുന്നു, ഞാൻ ജയിച്ചപ്പോൾ വേണമെങ്കിൽ ഇതിൽ പറയുന്ന ശ്യാംജിത്ത് S. പിള്ള എന്ന് പറയുന്ന ആൾ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് അയച്ച കൺഗ്രാറ്റ്സിൻ്റെ മെസ്സേജ് വരെ എൻ്റെ ഫോണിലുണ്ട്. അവരുടെ ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യാമോ ഈ ക്യാമറ? ഇതിൽ ഈ മൊബൈലിലുണ്ട് എനിക്ക് അയച്ചിട്ടുള്ള ക്യാമറ. ഒന്ന് സൂം ചെയ്യാമോ? ഇത് എനിക്ക് ശ്യാംജിത്ത് S. പിള്ള എന്ന് പറയുന്ന പരാതിക്കാരൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് നോട്ടുകൾ ഒരുപാടുണ്ട്. ഇതിൽ കൺഗ്രാജുലേഷൻസ് മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന് പച്ചക്കറി വാങ്ങുന്നതിൻ്റെ ലിസ്റ്റ് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കുടുംബ ബന്ധമുള്ളയാൾ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ വോയിസ് നോട്ടോടെ പ്ലേ ചെയ്യാം. വൺ ഓഫ് ദ സിമ്പിൾ ആയിട്ടുള്ളൊരു വോയിസ് നോട്ട്. വളരെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, എന്നും വിളിച്ചത്. എനിക്ക് ഒന്ന് ബിസി ആണെന്ന് തോന്നുന്നു. ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
നയന മോളെ നയന എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് നെയിമാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ശ്രീനാദേവി അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അവർക്ക് അറിയില്ലായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ടും ഞാനുമായിട്ട് ഇതിൽ 3 പേരിൽ ഏറ്റവും ഇളയ ആളായിട്ടുള്ള ശ്യാംജിത്ത് എന്ന് പറയുന്ന ആ ചേട്ടനായിട്ട് മാത്രമേ എനിക്ക് ഇടക്കാലത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്രമല്ല കുടുംബവുമായിട്ടും. ഇനി ഒരു ചോദ്യം മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. ഈ പരാതിയിൽ TSOയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതി ഇപ്പോൾ പുറത്ത് ഫേസ്ബുക്കിലെല്ലാം പ്രചരിക്കുന്ന ഒരു പരാതിയുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങളുടെ അമ്മ യശോദ എസ് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. 18/9/2024 അമ്മ മരണപ്പെട്ടു പോയി. തെറ്റി അമ്മ മരിച്ചത് 18/10. അപ്പോൾ അത് അവർക്കറിയാത്തവരുടെ കുറ്റമല്ല, കാരണം കാലങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്, അതും തെറ്റി, വീട്ട് നമ്പറും തെറ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നു. പിന്നെ ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചു വന്നിരുന്നു. പരിപൂർണമായി തെറ്റാണ്. ആ നാട്ടുകാരോട് അന്വേഷിക്കുക. അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, അമ്മയുമായി ബന്ധമില്ലാത്ത, അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, 2023 ഇവരുടെ ഏക സഹോദരിയുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ ഈ 3 സഹോദരങ്ങളും പങ്കെടുത്തിട്ടില്ല. സർവോപരി 2019 ഇവരുടെ അമ്മ യശോദ എസ് പിള്ള, എൻ്റെ അമ്മാവി, ഇവർക്കെതിരെ വയോജന സംരക്ഷണ നിയമപ്രകാരം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീജിത്ത് എസ് പിള്ള കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അടൂർ RDOയുടെ മുമ്പിൽ തന്നെയാണ്. വയോജന സംരക്ഷണ നിയമപ്രകാരം ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. 2019 മുതൽ 2022 വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹർജി കക്ഷി ശ്രീമതി യശോദ എസ് പിള്ളയായിരുന്നു. എതിർകക്ഷികളായിട്ടുള്ളത് ശ്രീജിത്ത്, എനിക്കെതിരെ പരാതി കൊടുത്ത 1ാമത്തെ ആൾ, ശ്രീമതി പൂജ, ഇത് അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയാണ്, അന്നുള്ള ഭാര്യയാണ്, ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മറ്റൊരു ഭാര്യയാണുള്ളത്. ഇനി 3ാമത്തെ ആൾ സഞ്ജിത്ത് എസ് പിള്ള, അതായത് ശ്രീജിത്തിൻ്റെ ഇളയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ചിഞ്ചു, 5ാമതായിട്ട് ശ്രീ ശ്യാംജിത്ത്. ഇത്രയും പേർക്കെതിരെയാണ് 2019 യശോദ എസ് പിള്ള എന്ന് പറയുന്ന എൻ്റെ അമ്മാവി പരാതി കൊടുത്തിട്ടുള്ളത്. എനിക്കിങ്ങനെയുള്ള ഇനിയും ഇതിലധികം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കത് കുടുംബപരമായിട്ടുള്ള കുടുംബവിഷയമായിട്ടുള്ള കാര്യങ്ങൾ. അവർ പക്ഷേ പറയുന്നത്, ഇന്ന് നമ്മളോടടക്കം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബന്ധുവേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു ബന്ധു ഇല്ല എന്ന് പറയുന്നു. പിന്നീട് പറയുന്നു ഏതോ ഒരു അകന്ന ബന്ധം മാത്രമാണുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ശ്രീനാദേവിയും യശോദയുമായിട്ട് എന്താണ് നിങ്ങളുടെ ബന്ധം? പോരൊഴി പഞ്ചായത്തിൽ മൊത്തം ബന്ധുക്കളാന്ന് പറയുന്നുണ്ട്. അതെ അതെ, നിങ്ങളുടെ ശരിക്കുള്ള ബന്ധം എന്താണ്? അതൊന്ന് വിശദീകരിക്കാം. മുന്നിൽ വന്ന് സംസാരിച്ച 3 പേരാണ്. തീർച്ചയായിട്ടും ആ 3 പേരെന്ന് പറയുന്നവരുടെ അമ്മുമ്മ, അവരുടെ അച്ഛൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും സിസ്റ്റേഴ്സാണ്. അതാണ് ബന്ധം. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പരാതിക്കാരായിട്ടുള്ള 3 പേരും ഒരു സഹോദരിയുണ്ട്, ശ്രീ പാർവതി. ഈ 4 പേരുടെയും അച്ഛൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും സിസ്റ്റേഴ്സാണ്. അതാണ് ബന്ധം. അത് അവർക്ക് ഇത്രയും കാലം അറിയായിരുന്നു. മാത്രവുമല്ല, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ പേര് കൊല്ലശ്ശേരിൽ കുടുംബക്ഷേത്രം എന്നാണ്. അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിൻ്റെ പേര് തന്നെയാണ് അടൂർ മണക്കാരിയുള്ളവരുടെ വീടിന് ഇട്ടിട്ടുള്ളത്, കൊല്ലശ്ശേരിൽ. അതുകൊണ്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നതിനെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവര് മറ്റ് പല ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളും ശ്രീനാദേവിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് അവരുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാ ഡോക്യുമെന്റ്സും ശ്രീനാദേവിക്ക് കൂടി ഷെയർ ചെയ്യണം, വെക്കണം എന്നുള്ള ആവശ്യം താങ്കൾ ഉന്നയിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് താങ്കൾ വാഹനം എടുത്തു, അതിൻ്റെ RC ബുക്കൊക്കെ അവരുടെ വീട്ടുപേരിലാണ് എന്നെല്ലാം ആരോപണമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് കഴമ്പ്? അതിൻ്റെയൊക്കെ വസ്തുത ഏത് രീതിയിലാണ്? അല്ല, ഈ അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്കിവിടെ ഷെയർ ചെയ്യണം. എനിക്കത് മനസ്സിലായില്ല, എന്ത് ഡോക്യുമെൻറ്റ്സാണ് എനിക്ക് അവരിൽ നിന്ന് ഷെയർ ചെയ്യപ്പെടേണ്ടത്. പിന്നെ വണ്ടി എടുക്കാൻ റേഷൻ കാർഡ് വേണോ? എനിക്ക് അതറിയില്ല. എന്തായാലും എൻ്റെ RC, എൻ്റെ വോട്ടർ ID, എൻ്റെ അഡ്രസ്സ് എല്ലാം അതാണ്. പിന്നെ അമ്മാവി അയച്ച മെസ്സേജുകൾ, അമ്മാവിയുടെ കോൺടാക്ട്സ്, ഇതെല്ലാം എൻ്റെ ഫോണിൽ തന്നെയുണ്ട്. അതൊക്കെ എൻ്റെ പേഴ്സണൽ മെമ്മറീസാണ്. പക്ഷേ നിയമപരമായിട്ട് ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഉറപ്പായിട്ടും ആ വോയിസ് നോട്ടുകൾ ഞാൻ ഹാജരാക്കും, ചാറ്റ്സ് ഞാൻ ഹാജരാക്കും. അപ്പോൾ അമ്മാവിയെ സംബന്ധിച്ച് ഞാൻ അമ്മാവിയുടെ മകളെപ്പോലെ, മകൾ എന്ന് പറയാൻ എനിക്ക് ബൈ ബർത്ത് എന്നെ ജന്മം തന്നത് അമ്മാവിയല്ല, അവൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഞാനും അമ്മാവിയുടെ മകളും അമ്മാവിയും മാത്രമുണ്ടായിരുന്നൊരു വീടാണത്. അവിടെ ഈ കാലം അത്രയും കയറാതെ ഇപ്പോഴെങ്കിലും അവർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ പറയേണ്ടി വരുന്നുണ്ടല്ലോ, ഞങ്ങൾ അമ്മയെ നോക്കിയിട്ടുണ്ട്, അമ്മയുടെ കൂടെ ആയിരുന്നു, അമ്മയുണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു. ആ പദങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ബന്ധത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കെതിരെ അവരിങ്ങനെ തിരിയില്ല. അപ്പോൾ അവർക്കതിന് ഈ പൊതുസമൂഹം വിലയിരുത്തുമ്പോഴെങ്കിലും മനുഷ്യബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിയട്ടെ. ഏക സഹോദരി 2023 വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിന് പങ്കെടുക്കാതിരുന്നതിൻ്റെ തെറ്റെത്ര വലുതായിരുന്നു തിരിച്ചറിയട്ടെ. 2019 അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ കയറാതിരുന്നതിൻ്റെ തെറ്റവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കട്ടെ.
2024 തിരുത്തവർ മനസ്സിലാക്കി വെക്കണം, സെപ്റ്റംബറിലല്ല അമ്മ മരിക്കുന്നത്, ഒക്ടോബർ 18-നാണ്. അപ്പോൾ അന്ന് ആ മരണ ദിവസം വരെ, അതിനൊരു മാസം മുൻപ് വരെ അമ്മയെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഒടുക്കം മരണകാലത്തിൻ്റെ അടുത്ത് വെച്ച് സ്നേഹമുണ്ട് ബന്ധമുണ്ടെന്ന് മാത്രം വന്ന് കുറേ ഫോട്ടോസ് മാത്രം സ്വന്തമാക്കി ബാക്കി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ പറയാനുള്ളത് തീർത്തും വ്യക്തിപരമായതുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു അമ്മയോടുള്ള സ്നേഹം തിരിച്ചു വന്നെങ്കിൽ നല്ല കാര്യം, ഒരു കുടുംബത്തിൻ്റെ അസന്തുലിതാവസ്ഥയും ഒരു വിഷമഘട്ടയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും അവർ സ്വന്തം സഹോദരിയോടും എന്നോടും എടുക്കുന്ന നിലപാടുകൾ. പിന്നെ ഞാൻ കേട്ടു ഞാൻ ഭീഷണിപ്പെടുത്തിയതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ അവർ കാണിക്കട്ടെ, ഏത് മെസ്സേജാണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, ഏത് കോളാണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ സ്വന്തം സഹോദരി ഒന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതൽ വേണ്ടി വന്നാൽ പുറത്തേക്ക് പറയാം. പക്ഷേ ഈ ഘട്ടത്തിൽ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർത്തും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് ധരിച്ച് ചില രാഷ്ട്രീയക്കാരുടെ വാക്കും കേട്ട് അവർ പറയുന്നൊരു, നിങ്ങളോട് തന്നെ തന്ന ബൈറ്റ്, ന്യൂസ് മലയാളത്തിൽ തന്ന ബൈറ്റാണ്. ജനുവരി 10-ാം തീയതി ഇവർ നാട്ടിലെത്തി എന്നുള്ളത് ഓർക്കണം. ജനുവരി 13-ാം തീയതിയാണ് CPIയുടെ ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CPIയുടെ ഭാഗത്ത് നിന്ന് എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ പത്തനംതിട്ട കോടതിയിൽ, ജില്ലാ കോടതിയിൽ എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ മൂവ് ചെയ്തു. ഇലക്ഷൻ പെറ്റീഷൻ നമ്പർ 1/2026. ഇത് ഞാൻ അറിഞ്ഞതാണ്. എനിക്കതിനെക്കുറിച്ചുള്ള പേപ്പറുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ജനുവരി 2026 ജനുവരി 13-നാണ്. അതിന് 3 ദിവസം മുമ്പ് അവർ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ജനുവരി 21-ാം തീയതി അവർ വീട് പൂട്ടി എൻ്റെ കയ്യിലുള്ള താക്കോൽ വെച്ച് ആ വീട്ടിലേക്ക് കയറാൻ സാധിക്കാത്ത വിധം അതിൻ്റെ പൂട്ടിളക്കി മാറ്റി. അതിൻ്റെ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഡോറിൻ്റെ മെയിൻ ലോക്ക് തന്നെ പരിപൂർണ്ണമായിട്ട് ഇളക്കി മാറ്റി. അത് എൻ്റെ കീ വെച്ച് കയറാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ചില ഡോക്യുമെൻറ്റ്സും എൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും ആ വീട്ടിനുള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു പരാതിയിലേക്ക്, അതിനുശേഷം ഫെബ്രുവരി മാസം 15-ാം തീയതി മറ്റോ ശ്രീപാർവതി താക്കോൽ വീടിൻ്റെ മാറ്റിയെന്നും അത് വേണം, തനിക്ക് വീടിൻ്റെ താക്കോൽ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിലും ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ പോലീസ് ആലോചിക്കണം. സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് പരാതി കൊടുത്തത്, ഒരു സ്വന്തം വീട്ടിൽ കയറാൻ പറ്റുന്നില്ല എന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമാകാം, പക്ഷേ കുടുംബ ബന്ധങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള പാകപ്പിഴകളെയും അവിടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും, മാത്രമല്ല നമ്മൾ പറയാറില്ലേ, ഒരു വീട്ടിൽ ഒരാൾ മോശമായി പോയാൽ അത് വലിയ രീതിയിൽ മോശമായി ബാധിക്കും. അങ്ങനെ ഏറ്റവും മൂത്ത ഒരാൾ അവിടെ ഒന്ന് തെറ്റിപ്പോയി, അതിനെ തുടർന്നാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും വഴി പൂർണ്ണമായിട്ടും മാറിപ്പോയതും. അപ്പോൾ ഒരു കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഫലം മാത്രമാണ് ഈ കാണുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാം, കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വേണ്ടി വന്നാൽ വെളിപ്പെടുത്താം. അത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റേഷൻ കാർഡിൽ നിന്ന് റദ്ദാക്കാനാണ് ഇപ്പോൾ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ താങ്കൾ ഇപ്പോൾ നിയമ നടപടിക്ക് പോകുന്നുണ്ടോ? കാരണം താങ്കളുടെ ഈ ഒരു പഞ്ചായത്ത് അംഗത്വം തന്നെ റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന നടപടിയാണല്ലോ. കേരളത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് CPIയുടെയാണ്, റവന്യൂ വകുപ്പ് CPIയുടേതാണ്. അപ്പോൾ ഈ 2 വകുപ്പുകളിൽ നിന്ന് സാധ്യമായതെല്ലാം, ഭാഗ്യത്തിന് ആരോഗ്യവകുപ്പായിരുന്നെങ്കിൽ എനിക്ക് കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിലും പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നേ. എന്തായാലും ആരോഗ്യവകുപ്പ് അവരുടെ കയ്യിലല്ല, CPIയുടെ കയ്യിലാണ് സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും. അതിൻ്റെ ഭാഗമായിട്ട് സിവിൽ സപ്ലൈസിന് ചെയ്യാൻ പറ്റുന്ന ചെയ്തു, റേഷൻ കാർഡ് റദ്ദ് ചെയ്തു. അതിനുശേഷം റവന്യൂ വകുപ്പ് ഇപ്പോൾ എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യും. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് എന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് ആകെ 2 മാസം സമയമുണ്ട് ഇനി, അല്ലെങ്കിൽ 1.5 മാസം സമയമുണ്ട്. ആ ഇറങ്ങുന്നതിന് മുൻപ് എന്ത് വില കൊടുത്തും എൻ്റെ റേഷൻ കാർഡ് റദ്ദ് ചെയ്യണം, എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യണം എന്നുള്ള തീരുമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിലെ ആട്ടുംതോലിട്ട ചെന്നായിയാണ് CPI എന്ന പാർട്ടിയുടെ നേതൃത്വം. അത് മനസ്സിലാക്കുവാൻ പൊതുസമൂഹത്തിന് സാധിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറയാറുണ്ട് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. ഇതാണോ സംശുദ്ധ രാഷ്ട്രീയം? ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എന്നെ നയിച്ചത് 2 അഴിമതിക്കാരായിട്ടുള്ള 2 പേർക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയാണ്. ഇന്ന് എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് അതിലൊരാളാണ്. അപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയണം. അഴിമതിക്കാരാണ് നിങ്ങളുടെ അപ്പോസ്തലന്മാർ എന്നുള്ളത് നിങ്ങൾ പബ്ലിക്കിന് മുന്നിൽ സമ്മതിക്കാൻ തയ്യാറാകണം. ഈ പറഞ്ഞ പോലെ ആദർശ ടാഗ് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാൻ CPMനെ വിമർശിച്ചുകൊണ്ട് മുന്നണിയിൽ നിൽക്കുന്നതല്ല മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം. ഇത്തരത്തിലൊരു വനിത, സ്ത്രീ സംരക്ഷണം, സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്ന പുട്ടിനെ വീരയിടുന്ന പോലെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വനിത ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് സത്യസന്ധമായിട്ടൊരു അഴിമതിക്കെതിരെ ആരോപണം ഉന്നയിച്ച് നടപടി എടുക്കേണ്ടി വന്നു പാർട്ടിക്ക്. അല്ലാതെ ഞാൻ പറഞ്ഞ ആരോപണം തെറ്റായിരുന്നെങ്കിൽ നടപടി എടുക്കേണ്ടി വരില്ല. പക്ഷേ അതിനെ തുടർന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തെളിക്കുകയും ഇറങ്ങേണ്ടി വരികയും ഒടുക്കം പള്ളിക്കലെ ജനതയ്ക്ക് അത് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ 20 വർഷക്കാലമായിട്ട് LDFൻ്റെ കുത്തകയായിരുന്ന ഒരു സീറ്റിൽ ഒരിക്കലും എനിക്ക് മത്സരിക്കുവാനോ വിജയിക്കുവാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 20 വർഷക്കാലത്തെ LDFൻ്റെ CPIയുടെ കുത്തക സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയ ആളെ വീട്ടിലിരുത്തുമെന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിയമപരമായിട്ട് സാധ്യതകളുള്ള എല്ലാ വഴികളിലൂടെയും മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൽ അവർ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള മെയിൻ ആർഗ്യുമെൻറ്റ് ഞാൻ അവരുടെ ബന്ധുവല്ല എന്നുള്ളതാണ്. ഞാൻ അവരുടെ ബന്ധുവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് മാത്രം താങ്കൾ 2 നേതാക്കൾക്കെതിരെ ഈ തരത്തിലുള്ള പരാതി നൽകി എന്നുള്ളത് മാത്രമല്ല, താങ്കൾ CPI വിട്ട് പിന്നീട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ താങ്കൾ പല സമീപകാല വിഷയങ്ങളിലും എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ ഇതൊക്കെ താങ്കൾക്കെതിരെ ആ രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുകൂടിയാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും
എല്ലാത്തത് CPI സംബന്ധിച്ച് അങ്ങനെ വലിയ കേരള രാഷ്ട്രീയത്തിൽ CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നെന്നോ ജില്ലയിൽ എന്ത് സംഭവിക്കുന്നെന്നോ നാട്ടുകാർക്ക് എന്ത് സംഭവിക്കുന്നോ പൊതുജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നൊന്നും വിഷയമൊന്നുമല്ല. അവിടെ ഇത്തരത്തിലുള്ള വെറും രാഷ്ട്രീയത്തിന് ചേരാത്ത കുറേ വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെ അഴിമതി, എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ CPI എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയുടെ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്രയും കാലം ആ പാർട്ടിയുടെ സമുന്നതരായ നല്ല ചരിത്രമുള്ള നേതാക്കൾ സമ്പാദിച്ചു വെച്ച ഒരു അഭിമാനമുണ്ട്, ഒരു അന്തസ്സുണ്ട് ആ പാർട്ടിക്ക്. അത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ ഇട്ടുകൊണ്ട് അത് പരമാവധി ചെലവഴിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു അരാഷ്ട്രീയത മുന്നോട്ട് വയ്ക്കാം എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഞാനെടുക്കുന്ന നിലപാടുകളൊക്കെ അവർക്ക് വിഷയമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ CPIയിലെ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പല നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല, പറയാനൊന്നും ഉണ്ടാവില്ല. ശരി, വളരെയധികം നന്ദി ശ്രീനാദേവി കുഞ്ഞമ്മ. ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും താങ്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം താങ്കൾ നിഷേധിക്കുന്നു, താങ്കൾ അതിനുള്ള തെളിവുകൾ നിരത്തുന്നു. ഈ ഒരു സമയത്ത് ഈ ഫയറിൽ ഇത്രയും നേരം വന്ന് സംസാരിച്ചതിന് വളരെയധികം നന്ദി.